ഗോസ്പൽ ട്രൂത്താന്ന് നിങ്ങൾ പറയരുത്. അങ്ങനെയല്ല സാർ. ഇവിടെ ഷേർലി വാസുവിനെ ക്രോസ് ചെയ്ത് വിവരങ്ങൾ എടുക്കുന്നു സുരേശൻ. അത് ആളൂരിൻ്റെ വായു മൂടി കെട്ടിയിട്ടല്ല, കോടതിയുടെ കണ്ണും വായും മൂടി കെട്ടിയിട്ടുമല്ല. ഇതൊക്കെ ട്രയലിൻ്റെ ഭാഗമായി വളരെ കൃത്യതയോടെ നിർവഹിക്കുകയാണ്. ഒരു നിമിഷം, സുപ്രീം കോടതിയിൽ അങ്ങ് പറയുകയാണ് റെഫർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്, ഇതെല്ലാം രേഖകളുണ്ടല്ലോ, രേഖകൾ സംസാരിക്കട്ടെ. രേഖകൾ സംസാരിക്കാനായിരുന്നെങ്കിൽ സെഷൻസ് കോടതിയിലും ഈ വിധി ഉണ്ടാകില്ല, ഹൈക്കോടതിയിലും ഈ വിധി ഉണ്ടാകില്ല. എനിക്ക് ഞാൻ പറഞ്ഞത് താങ്കൾക്ക് മനസ്സിലാക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ പറഞ്ഞത് 3 ജഡ്ജിമാരുടെ അടുത്ത് കേസെത്തിയാൽ നീ വാദിക്കുന്ന ലോയർ മോശമായോ അല്ലയോ എന്നൊന്നും അല്ല പ്രശ്നം. ഒരാൾ വാദിക്കുന്നേ ഇല്ലയെന്ന് വിചാരിക്കുക, കോടതി ശിക്ഷിക്കുമോ? കോടതി ശിക്ഷിക്കണം. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ത്രെഡ് ബെയറായിട്ട് ഓരോന്നും അഴിച്ച് അവർ നോക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ നോക്കിയില്ല ഇത്രയും ദിവസം കൊണ്ടെന്നുള്ളൊരു ആക്ഷേപം നമുക്ക് ആർക്കും ഉന്നയിക്കാൻ സാധിക്കില്ല. അപ്പോൾ തെളിവുകളെല്ലാം നോക്കിയ ശേഷം എവിടെ തെളിവെന്ന് അവർ ചോദിച്ചാൽ, തെളിവില്ലാന്ന് അവർ കണ്ടെത്തിയാൽ, അതാണ് ലോ ഓഫ് ദ ലാൻഡ്. അതാണ് അത്. ഞാനിപ്പോൾ കേരളത്തിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറയാൻ കാരണം, ഈ അടുത്ത കാലത്ത് 3 മാസത്തിൽ വന്ന 3 വിധികൾ ഇതുപോലെ ബേസിക്കായി ഇത് ശ്രദ്ധിക്കപ്പെടാതെ, ബേസിക് ഇൻഗ്രീഡിയൻസ് ഇല്ല എന്നതിൻ്റെ പേരിൽ 3 കേസുകൾ ഇതേപോലെ പല മഞ്ചേരി കോടതിയിൽ നിന്നുള്ള യാസർ വധക്കേസായാലും എൻ്റെ കയ്യിൽ എല്ലാത്തിനും തെളിവുണ്ട്. അപ്പോൾ ഇതൊരു ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷമാണ്. നമ്മൾ ശിക്ഷിക്കണം. ഇപ്പോൾ ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും മാക്സിമം ശിക്ഷ ഇയാൾക്ക് കൊടുക്കേണ്ടതാണ്. വധശിക്ഷ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാനത് പറയുന്നു. വേറെ ഒന്നിനും ഞാൻ വധശിക്ഷ ആവശ്യപ്പെടില്ല. കാരണം ഇത്രയും ക്രൂരനായ ഒരു മനുഷ്യനോട് ചെയ്യണം. പക്ഷേ വൈകാരികമായിട്ടൊരു രാജ്യം പോയാൽ, നിയമവ്യവസ്ഥ പോയാൽ നമ്മൾ എവിടെ എത്തും എന്നുള്ള ചോദ്യത്തിന് കൂടി ഇതിൻ്റെ ആഴങ്ങളിലേക്ക് താഴെ തലം തൊട്ട് പരിശോധിക്കണം. എവിടെയാണ് തെറ്റ് പറ്റിയത്, എവിടെയാണ് ഇതിൻ്റെ തെളിവിൻ്റെ അഭാവം ഉണ്ടായത് എന്ന് പരിശോധിക്കണം. ഇന്നെല്ലാം സുപ്രീം കോടതിയിലെ ഒരു ലോയറെ, ഒരു പഴയ ജഡ്ജിയാണ്, ഞാൻ അദ്ദേഹത്തെ ന്യായീകരിക്കല്ല, എനിക്കങ്ങനെ താല്പര്യമില്ല. പക്ഷേ അതെല്ലാം അദ്ദേഹത്തിൻ്റെ ക്ഷീണമാണെന്ന് പറഞ്ഞിട്ട് പ്രചരണം ഉണ്ടാക്കിക്കൊണ്ട് ഇത് അടിത്തട്ടി മുതൽ നോക്കണം, ഓരോ ഇഞ്ചിലും നോക്കണം. തെളിവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോറൻസിക്കിൻ്റെ ആളങ്ങോട്ട് വന്നിട്ട് പ്രതി കൺഫഷൻ നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് എ ലീഗൽ എവിഡൻസ് ഫോർ ദാറ്റ്? വാലിഡിറ്റി എന്താ? ഒരു പരിധിക്കപ്പുറം വാലിഡിറ്റി ഇല്ല. ഇതൊക്കെ നമ്മുടെ രാജ്യത്തുള്ള നിയമങ്ങളാണ്. അതിലേക്ക് വരാം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് പി എച്ച് ശ്രീധരൻപിള്ളയുടെ വാദഗതി എന്നത്, ഇതിപ്പോൾ നിങ്ങളുടെ കാലത്ത് നിങ്ങൾ ചുമതലപ്പെടുത്തിയ ഒരു മുതിർന്ന അഭിഭാഷകൻ്റെ വീഴ്ചയല്ല, സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ വീഴ്ചയല്ല, ഇത് താഴേ തട്ടു മുതൽ തന്നെ ഇതിൻ്റെ അടിസ്ഥാനം തന്നെ പിഴവാണ്. അത് വൈകാരികമായ ഒരു അന്തരീക്ഷത്തിൻ്റെയും സമ്മർദ്ദമില്ലാതെ സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള ചോദ്യത്തിൽ കാറ്റുപോയ ബലൂൺ പോലെ അങ്ങ് പൊളിഞ്ഞു പോവുകയായിരുന്നു എന്നാണ്. ശരിയാണോ? ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഈ കേസ് ഉത്ഭവിക്കുന്നത് ഫെബ്രുവരി മാസത്തെ 2011. അതിനുശേഷം ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന വിത്തിൻ 36 hours ആ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണെന്ന് ഒരിക്കൽ 90 ദിവസത്തിനുള്ളിൽ അവർ ചാർജ് കൊടുക്കണം. അതല്ലെന്ന് ഒരിക്കൽ സ്വാഭാവികമായിട്ടും ആ പ്രതിക്ക് ജാമ്യം കിട്ടും. അപ്പോൾ ചാർജ് 90 ദിവസത്തിനകം ഉണ്ടായിട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസത്തിൽ ഇതിൻ്റെ ചാർജ് കൊടുത്തിട്ടുണ്ട്. ആ ചാർജ് കൊടുത്തതിന് ശേഷം പിന്നീട് അതിൻ്റെ ട്രയൽ വന്നപ്പോൾ ആ നാട്ടിൽ നിന്ന് പൊതുവെ ആളുകൾ ആഗ്രഹിച്ച ഒരു വക്കീലിനെ, അഭിഭാഷകനെ തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് നമ്മൾ നിയോഗിക്കുന്നു. ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കേസ് നന്നായി നടത്തുന്നു. താഴത്തെ കോടതി, സെഷൻസ് കോർട്ടിലും പിന്നീട് ഹൈക്കോടതിയിലും 2 സ്ഥലത്തും വധശിക്ഷ കൊടുക്കുകയും ചെയ്യുന്നു. പിന്നീട് അപ്പീലായിട്ട് സുപ്രീം കോടതി വന്നപ്പോഴാണ് ഒരു പുതിയ ക്വസ്റ്റ്യൻ വരുന്നത്. ഈ പുതിയ ക്വസ്റ്റ്യനിൽ സുപ്രീം കോടതിയുടെ ഒരു സ്യൂമോട്ടോ ചോദ്യമുണ്ട്. ഈ ആളിനെ തള്ളിയിട്ടതാണോ അതെയോ സ്വയം ചാടിയതാണോ? അത് വിശദീകരിക്കേണ്ടത് വക്കീലാണ്. അത് വിശദീകരിക്കാൻ, യഥാർത്ഥത്തിൽ വിശദീകരിക്കാൻ വക്കീലിന് കഴിയുമായിരുന്നു. ഏത് വക്കീലായിരുന്നെങ്കിൽ ആ ട്രയൽ കോർട്ടിൽ, അതല്ലെന്തെങ്കിലും സെഷൻസ് കോർട്ടിലോ ഹൈക്കോടതിയിലോ കേസ് നടത്തിയ അതേ അഭിഭാഷകൻ തന്നെ സുപ്രീം കോടതിയിലും അസിസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു എങ്കിൽ ഈ ചോദ്യത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്ലൈ പറയാൻ പറ്റുമായിരുന്നു. സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി അത് കൺവിൻസ് ചെയ്യിക്കാൻ കഴിയുമായിരുന്നു. ഇതിനിടയ്ക്കുണ്ടായ ഒരു സംഭവം, ഈ കേസ് നടത്തിയ അഭിഭാഷകൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നില്ല, കേസ് നടത്തിയ അഭിഭാഷകൻ അദ്ദേഹത്തെ മാറ്റി പുതിയ ജൂനിയറായിട്ടൊരു ലോയറെ വെച്ചു അസിസ്റ്റ് ചെയ്യാൻ. ആ ജൂനിയർ ലോയർക്ക് ഇതിനെക്കുറിച്ച് കാര്യമായി പഠിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ഓൺ ദ സ്പോട്ട് ക്വസ്റ്റ്യന് ഇമ്മീഡിയറ്റ് ആയിട്ട് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ആ മറുപടി പിന്നീട് മാറ്റിവെച്ചു.
പിന്നീട് ഈ കേസിൽ വധശിക്ഷ ഒഴിവാക്കി സുപ്രീം കോടതിയുടെ നിഗമനത്തിൽ എത്തുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, എനിക്കൊരു ഇടവേളയിലേക്ക് വേണം. അനുമ്പ് ഒരിക്കൽ കൂടി അഡ്വക്കേറ്റ് ബി എ ആളൂരിലേക്ക്. ശ്രീ ബി എ ആളൂർ, നിങ്ങൾ സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും കണ്ട സാഹചര്യമല്ല കേസ് നടത്തിപ്പുമായി സുപ്രീം കോടതിയിൽ ഈ കേസ് എത്തിയപ്പോൾ എന്ന് താങ്കൾക്കൊരു തോന്നലുണ്ടോ? സത്യസന്ധമായി പറയണം. അങ്ങനെ പറഞ്ഞാൽ താങ്കളുടെ കഴിവ് എന്തായാലും കുറഞ്ഞു പോകും എന്ന് കരുതരുത്. അങ്ങനെ ഒരു ദുരുദ്ദേശം എൻ്റെ ചോദ്യത്തിനില്ല. ഇവിടെ സ്റ്റാൻഡിംഗ് കൗൺസിലിനായാലും തോമസ് പി ജോസഫിനായാലും കേസിനെ പറ്റി പിടിപാടില്ല എന്നൊരു ആനുകൂല്യം സുപ്രീം കോടതിയിൽ ഈ കേസ് എത്തിയപ്പോൾ ഉണ്ടായോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയിരുന്നു തോമസ് പി ജോസഫ്. ഞാൻ പറയുന്ന കാര്യം അതല്ല. ഷെർലി വാസു പറഞ്ഞ കാര്യങ്ങളൊന്നും കോടതി സമ്മതിച്ചില്ല. വിധിന്യായത്തിൻ്റെ പേജ് നമ്പർ 18, വിധിന്യായത്തിൻ്റെ പേജ് നമ്പർ 19 ഇതിൽ പറയുന്നുണ്ട്. സതീശൻ അഡ്വക്കേറ്റ് സുരേഷൻ പറഞ്ഞതുപോലെ ആസ്പിരേഷൻ കൊണ്ടാണ് സുപ്പൈൻ അവസ്ഥ മലർത്തിക്കെടുത്തിയത് കൊണ്ടാണ് കുട്ടിക്ക് ഈ പറയുന്ന മരണം സംഭവിച്ചത് എന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിട്ടില്ല. പേജ് നമ്പർ 18 പറയുന്നു that the girl jumped out of the train had made good her escape. The circumstances appearing against the accused has to be weighed against the oral evidence on record. Conclusion that would follow must necessarily be only possible conclusion admitting no other possibility. എന്ന് പറഞ്ഞാൽ സാഹചര്യ തെളിവുകൾ കുട്ടി ട്രെയിനിൽ നിന്ന് ചാടി എന്നാണ്, കുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ. That the supine position according to PW 64 Shirley Vasu was for the purpose of sexual assault. The requisite knowledge that the circumstances such an act may cause death also cannot be attributed by the accused. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കുട്ടിയെ കൊലപാതകം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി ബലാത്സംഗം ചെയ്തു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. ആ കണ്ടെത്തലാണ് പ്രാധാന്യം. ആ കണ്ടെത്തലാണ് ജീവപര്യന്തം എന്ന് പറയുന്ന 302 നിന്ന് പ്രതിയെ രക്ഷിച്ചത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ പറയുന്ന ഷെർലി വാസു കൊണ്ടുവന്ന തെളിവുകൾ യാതൊരു തരത്തിലും കോടതിയിൽ വിലപ്പോയില്ല. സാക്ഷി നമ്പർ 1 തനൂജ കൊണ്ടുവന്ന തെളിവുകളാണ് സെക്ച്വൽ അസോൾട്ടിനെ കുറിച്ച് കണ്ടെത്തലുകൾ. ആ കണ്ടെത്തലുകൾ കപ്പിൾ വിത്ത് DNA അതായിരുന്നു കോടതിയിൽ മറ്റുള്ള ഒരു വാദത്തിലേക്ക് കടക്കാതെ, 376 വാദത്തിലേക്ക് കടക്കാതെ ഡിസംബർ 16 ശേഷമുണ്ടായ ഭേദഗതികൾ, 2013 ഭേദഗതികൾ, ആ ഭേദഗതികൾക്കനുസരിച്ച് യാതൊരു ഇൻ്റർഫിയറൻസും നടത്താതെ, യാതൊരു ഡിസ്കഷനും നടത്താതെ ആ ഒരു കൺവിക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഡെത്ത് പെനാൽറ്റി ഒഴിവാക്കിയിരിക്കുന്നു, 304 ഒഴിവാക്കിയിരിക്കുന്നു. വെറും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ 325 7 years പണിഷ്മെൻറ്റ് കൊടുത്തിരിക്കുന്നു. ശരി, ഞാൻ ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് സുരേശൻ്റെ സഹായം സർക്കാർ തേടാഞ്ഞത് എന്തുകൊണ്ട്?